വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ CPIM പ്രസ്ഥാനത്തെ ഇന്നത്തെ വളർച്ചയിലേക്ക് നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന പ്രമുഖ വിപ്ലവകാരിയും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി KS മൊയ്തീൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. പരേതനായ സെയ്ദ് മുഹമ്മദിന്റെ മകനാണ്. പാർട്ടിയുടെ വളർച്ചയ്ക്കായി രാവും പകലും കാൽനടയായി ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി സംഘടനയെ കെട്ടിപ്പടുത്ത അദ്ദേഹം നാട്ടുകാരുടെ പ്രിയപ്പെട്ട KS ആയിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായും വൈസ് പ്രസിഡന്റായും മികച്ച രീതിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്ന KS മികച്ചൊരു സംഘാടകൻ കൂടിയായിരുന്നു. ഇതിനിടയിൽ റേഷൻ കടയും നടത്തിയിരുന്നു. പിന്നീട് പാർട്ടി നേതൃത്വവുമായി വിയോജിപ്പിലായ അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി വൈസ് പ്രസിഡന്റായി ഭരണം മുന്നോട്ട് കൊണ്ടുപോയ ചരിത്രവും നാട്ടുകാർക്ക് പറയാനുണ്ട്. പാർട്ടിയോട് ഇടഞ്ഞു നിന്ന കാലത്ത് പലതവണ അദ്ദേഹം സ്വതന്ത്രനായി മത്സരരംഗത്തേക്ക് വന്നിരുന്നു. സഖാവ് KS മൊയ്തീൻ ദീർഘകാലം CPIMന്റെ ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും പാഞ്ഞാൾ പഞ്ചായത്തിലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന സഖാവാണ്. അന്ന് 2 ലോക്കൽ കമ്മിറ്റികളാണ്. ചെറുതുരുത്തി സംയുക്ത ചെറുതുരുത്തി പാഞ്ഞാൾ പഞ്ചായത്തുകളുടെ നേതൃത്വമായിരുന്നു സഖാവ് KS മൊയ്തീന് ഉണ്ടായിരുന്നത്. മണൽ തൊഴിലാളികളുടെ നേതാവായിട്ടും സഖാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു. ഒരു ഘട്ടത്തിൽ വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട്. പിന്നീട് CPIMൽ നിന്ന് തെറ്റി കോൺഗ്രസുമായി ചേർന്ന് ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്കിലേക്കും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥിതിയുണ്ടായിട്ടുണ്ട്. രണ്ടിടത്തും ചെറുതുരുത്തിയിലെ പ്രബുദ്ധരായ ജനത പരാജയപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ദീർഘകാലം ഈ പാർട്ടിയുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള സഖാവാണെന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കർഷക തൊഴിലാളികളെയും സമൂഹത്തിൽ അവശതയനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെയും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് സഖാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാൽനടയായിട്ടാണ് സഖാവിൻ്റെ പ്രവർത്തനം ഏറിയ പങ്കും നമ്മൾ കണ്ടിട്ടുള്ളത്. പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന നിലയ്ക്ക് ചേലക്കരയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അന്നെല്ലാം തന്നെ സഖാവിൻ്റെ കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളും ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ചില വ്യതിയാനങ്ങളെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൊയ്തീൻ CPIMൽ നിന്ന് വിട്ടുപോയത്. അവസാന നാളുകളിൽ ഈ CPIMന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനത്തിലില്ലെങ്കിലും അനുഭാവം എന്ന നിലയ്ക്ക് സഖാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ബുധനാഴ്ച രാവിലെ UR പ്രദീപ് MLA, CPIM നേതാക്കളായ KK മുരളി, KP അനിൽ, M സുലൈമാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ ഭൗതിക ശരീരം കാണാൻ എത്തിയിരുന്നു. തുടർന്ന് വെട്ടിക്കാട്ടിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് BVOC മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.